എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 4 പച്ചമുളക് വെച്ചിട്ടേ നമുക്കൊരു എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കിയെടുത്താലോ? ഈ കറീനെ പറ്റി ഞാൻ പറയാം. ഈ 4 പച്ചമുളകും നമുക്കിങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. അത് ഏത് ഷേപ്പിലായാലും സാരില്ല. 4 പച്ചമുളകും കട്ട് ചെയ്തെടുത്തു. സ്റ്റൗ കത്തിച്ച് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ കുറച്ച് എണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ വേണ്ട, നമ്മൾ റിഫൈൻഡ് ഓയിലായാലും. എണ്ണ ചൂടായി കഴിഞ്ഞാൽ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് ഇതിൽ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വഴണ്ട് വരണം. ചിലപ്പോൾ പച്ചമുളക് ഒന്ന് പൊട്ടും, അതുകൊണ്ട് സൂക്ഷിച്ച് നിൽക്കുക കേട്ടോ. ഒന്ന് വിട്ട് നിൽക്കുകയും ചെയ്യുക. പച്ചമുളക് ചെറുതായിട്ട് ഇങ്ങനെ വഴണ്ട് കിട്ടുന്നുണ്ട്. ഈ കറീനെ പറ്റി പറഞ്ഞില്ലേ, ഇത് ദീപിക പടുക്കോൻ്റെ ഫേവറേറ്റ് കറിയാണ്, ഇഷ്ടപ്പെട്ട ഒരു കറിയാണെന്നാണ് പറയുന്നത്. പക്ഷെ അറിയില്ല കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. എമ്മ ദക്ഷി എന്നാണ് ഇതിൻ്റെ ഈ കറീൻ്റെ പേര്. വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പച്ചമുളക് നന്നായി വഴണ്ട് വന്നു. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കട്ടോ ആവശ്യം. ഇനി അടുത്തതായി ചേർക്കുന്നത് ചീസിൻ്റെ ഷീറ്റാണ് കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ 2 ഷീറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം ചീസൊക്കെ നന്നായിട്ട് അതിനോട് ചേർന്നു, വെള്ളത്തിനോട് ചേർന്നു. ഒരു ഷീറ്റും കൂടി ചീസ് ഇടാമെന്ന് വിചാരിക്കുക. ഒന്നും കൂടി ഉരുകിക്കോട്ടെ. ഒന്ന് തിക്കാവുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. വേണമെങ്കിൽ വെള്ളം ചേർക്കാം കേട്ടോ. ചീസ് ഇടുന്നതുകൊണ്ടേ ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതൊന്നും തിക്കാവട്ടെ, എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. കറി റെഡിയായി, ഇനി ഒന്നും ചേർക്കാനില്ല. കറി റെഡിയായി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കറി. എല്ലാവർക്കും ഈ ചീസിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ചുകൂടി തിക്കാക്കണമെങ്കിൽ തിക്കാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചൊരു വെള്ളമായിട്ടാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ട്രൈ ചെയ്യും. ഒരു ചേഞ്ചിന് നമുക്ക് ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കൂടെ? എൻ്റെ സിമ്പിൾ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.